വിനോദ് മാത്യു വിൽസൺ നമുക്കൊപ്പം. വിനോദ്, രാജ്യത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അത് സർക്കാരിനെതിരാണെങ്കിൽ, അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരാണെങ്കിൽ അത് രാജ്യദ്രോഹമാക്കുകയാണോ എന്നുള്ള ചോദ്യം ആം ആദ്മിയുടെ നേതാക്കന്മാർ മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഒരു വിധിയല്ല, ഒരു ഉത്തരവല്ല, അതൊരു ഉപദേശ രൂപേണയുള്ള ഒരു കാര്യമാണ്. അത് BJP നേതാക്കന്മാർ തന്നെ പറയുന്നത് സഹികെട്ട് കോടതി പോലും പറഞ്ഞു പോകുകയാണ്. ഒന്നോ രണ്ടോ കേസുകളല്ല, എത്രയോ കേസുകൾ വരുന്നു. ഈ കേസുകൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത പല പോയിന്റുകളും ഉന്നയിക്കുന്നു, അസത്യപ്രചാരണങ്ങൾ നടത്തുന്നു. കോടതി എങ്ങനെയാണ് ഇത് ഉപദേശ രൂപേണയെങ്കിലും ഇത് പറയാതിരിക്കുക എങ്ങനെയാണ് എന്നും പറയുന്നൊരു കാര്യമുണ്ട്. മറുവശത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഭയങ്കരമായിരിക്കും, അതെത്രത്തോളം ഭീതിജനകമായിരിക്കും എന്നുള്ള ഒരാശങ്കയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏത് തരത്തിലാണ് അതൊരു ദേശീയ രാഷ്ട്രീയത്തിൽ അത് ഏത് തരത്തിലാണ് കാണുന്നത്? ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 32 മിനിറ്റായി. ഇനിയും ഒരു അടുത്ത റൗണ്ടിൽ എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കൊരു അല്പം സമയം കൂടുതൽ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ കോൺഗ്രസിന്റെ ഭാഗം പറയാനാണ്. എന്നാൽ പോലും സാന്ദർഭിക വശാൽ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച യുവമോർച്ചയുടെ തുടർന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ മഹാനായ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വരണം, കാണണം എന്നൊക്കെ അദ്ദേഹം ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു എന്നുള്ള വർത്തമാനം ഇവിടെ പറഞ്ഞു. പക്ഷെ ഇതേ യുവമോർച്ച നേതാക്കന്മാരും ഇതേ യുവമോർച്ചയുടെ മൂത്ത BJP-ക്കാരോട് പറയുന്നത് പ്രതിപക്ഷ മുക്ത ഭാരതം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട്. അതായത് സാന്ദർഭികമായി സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ ഞാൻ കാണുന്നത് അതിന് മറ്റൊരു വശമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു അപർണ തന്നെ സൂചിപ്പിച്ചു. കോടതി പറഞ്ഞ കാര്യം എന്താണ്? ഈ ചൈനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ കോടതി പറഞ്ഞ മറ്റൊരു അങ്ങോട്ട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പാർലമെന്റിൽ ഉന്നയിച്ചുകൂടാന്ന് ചോദിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് മീഡിയ ആയിട്ട് അല്ലെങ്കിൽ പത്രക്കാരെ കാണുമ്പോൾ മാത്രം പറയുന്നു, പാർലമെന്റിൽ എന്തുകൊണ്ട് ഉന്നയിച്ചുകൂടാ? ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോടതി അങ്ങോട്ട് ചോദിക്കുന്നത്. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ ഡിബേറ്റ് എന്ന് പറയുന്നത് പരസ്പരം ചോദിക്കാൻ കൂടി വേണ്ടിയാണല്ലോ. അതുകൊണ്ട് അപർണ, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം മനുവിനോട് ചോദിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് രാജ്യസഭയിൽ ആം ആദ്മിയുടെ MP ആയിട്ടുള്ള സഞ്ജയ് സിംഗ് ഒരു ചോദ്യം പ്രധാനമന്ത്രിയോടും അല്ലെങ്കിൽ BJP പ്രതിനിധികളോടും ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നമുക്കത് വേണമെങ്കിൽ ഫാക്ട് ചെക്ക് നടത്താം, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാം. അത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവുമായി ബന്ധപ്പെട്ടുള്ള ഈ ആക്രമണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് ഈ യുദ്ധം നിർത്തി എന്ന് പറയുന്ന ഒരു സംഭവം വന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത്, കേട്ടോ, എനിക്ക് എന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ ഞാനൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ എന്റെ മൊബൈൽ ഫോൺ നോക്കുമ്പോൾ ഇന്ത്യ വെടിനിർത്തി എന്നുള്ള ഒരു വാർത്ത ട്രംപിന്റെ വാർത്തയായിട്ടാണ് ആദ്യം ഇന്ത്യയിലെ മാധ്യമങ്ങൾ ട്വീറ്റ് ചെയ്യുന്നത്, മാധ്യമങ്ങൾ പുറത്തു. ട്രംപ് പറഞ്ഞൊരു വാർത്തയാണ്, ട്രംപ് പറഞ്ഞിരിക്കുന്നു, ട്രംപിന്റെ മധ്യസ്ഥത്തിൽ തീർന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇന്ത്യ സ്ഥിരീകരിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് തിരുത്താം, ചർച്ചയിൽ തെറ്റുപറ്റിയ തിരുത്താം, അതെന്തുകൊണ്ടാണെന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, ഈ ദേശീയതയെ പറ്റി ചോദിക്കുമ്പോൾ ദേശീയത എന്ന് പറയുന്നത് ഇവരുടെ മാത്രം കുത്തകയാണെന്നാണ് ഇവർ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം രാജ്യസഭയിൽ, ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ചൈനയും എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ശത്രുവാണെന്നാണ് പാകിസ്ഥാനും ആ സ്ഥലത്ത് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇതേ ചോദ്യം രാജ്യസഭയിൽ സഞ്ജയ് സിംഗ് ചോദിച്ചു. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്ന് പറയുന്ന ആളൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ആ ട്വീറ്റ് ഇങ്ങനെയാണ്, അതായത് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഞാനും, അതായത് അദ്ദേഹവും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും, US വൈസ് പ്രസിഡന്റ് JD വാൻഡനും, അതുപോലെ തന്നെ ഇന്ത്യയുടെ മന്ത്രിയായിട്ടുള്ള ജയശങ്കറും, അജിത് ഡോവലും, അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫും, അതുപോലെ തന്നെ അവരുടെ ആർമി ചീഫായ അസീം മുനീറും, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്, അവരുടെ സൈനിക ഉപദേഷ്ടാവായിട്ടുള്ള അസീം മാലിക്കും തമ്മിൽ ചർച്ച നടത്തുകയായിരുന്നു. ഞാൻ പറയുന്നതല്ല കേട്ടോ, രാജ്യസഭയിൽ രേഖപ്പെടുത്തിയ സഞ്ജയ് സിംഗ് MP-യുടെ പ്രധാനപ്പെട്ട പ്രസംഗമാണ്. നരേന്ദ്രമോദിയുള്ള, അമിത്ഷായുള്ള രാജ്യസഭയിൽ ചോദ്യമാണ്. ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. ആരൊക്കെയാണ്? പാകിസ്ഥാൻ ഭാഗത്ത് നിന്ന് അവരുടെ പ്രധാനമന്ത്രിയുണ്ട്, അവരുടെ സൈനിക മേധാവിയുടെ അസീം മുനീറുണ്ട്, സൈനിക ഉപദേഷ്ടാവായ അസീം മാലിക് ഉണ്ട്. ഈ അസീം മാലിക് ആരാന്നറിയാം? അസീം മാലിക് എന്ന് പറയുന്നത് ISI തീവ്രവാദ സംഘടനയുടെ ചീഫാണ്. അതായത് ഒരു തീവ്രവാദ സംഘടനയുടെ ചീഫുമായി ഞങ്ങൾ ഇത്രയും പേരും ചർച്ച ചെയ്യുകയായിരുന്നു എന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ മെയ് 10 പറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ ഉത്തരവും ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. മനുവിന് ഉത്തരവുണ്ടോ? നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ട്. അസീം മാലിക് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഉണ്ട്. നരേന്ദ്രമോദി ആ ചർച്ചയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉത്തരം പറയണ്ടേ? ഇവർ ഉത്തരങ്ങൾ പറയത്തില്ല. ഇവർ മുഴുവൻ ഈ രാജ്യസ്നേഹത്തിന്റെ അട്ടിപ്പേർ അവകാശം ഇവർക്കാണോ? ഇവര് പറയുന്നതാണോ രാജ്യസ്നേഹം? ഇവര് പറയുന്നതാണോ ദേശസ്നേഹം? ഞാൻ പറയട്ടെ, ഈ നമ്മൾ ദേശസ്നേഹത്തെ പറ്റി പറയുമ്പോൾ എന്താണ് ദേശസ്നേഹം? ഞാൻ ഇന്ന് കണ്ട കാഴ്ച എനിക്ക് വലിയ അത്ഭുതപ്പെടുത്തി. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി, എത്രയോ പേര് മരണപ്പെട്ടു, എത്രയോ പേര് അവരുടെ ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ടു.
ഇന്ന് അതേപോലെ അതിലും ഭീകരമായ ഒരു പ്രളയം ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നു. മനുഷ്യരല്ലേ നമ്മൾ കാണുന്ന, മലയാളികളുടെ ഫീലിംഗാണ് നമ്മൾ കാണുന്നത്. അല്ല, മനുഷ്യ സ്നേഹമാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ രാജ്യത്തിന്റെ അതിർത്തികൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് ദേശീയതയുണ്ട്, രാഷ്ട്രസങ്കല്പം ഒക്കെ ഉണ്ട്. പക്ഷേ ദേശീയത എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ദേശീയതയല്ല. ഇവിടെ ശശി തരൂരിനെ അദ്ദേഹം കോട്ട് ചെയ്ത് സംസാരിച്ചു. ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ശശി തരൂരിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വൈ ഐ ആം ഹിന്ദു എന്ന പുസ്തകം എടുത്ത് വായിച്ചാൽ തരൂരിനെ അപ്പം അടിക്കും. കാരണം നിങ്ങളുടെ ഹിന്ദുത്വവും ഭാരതത്തിന്റെ ദേശീയതയും ഭാരതത്തിന്റെ ഹിന്ദുത്വം എന്ന് പറയുന്ന ഫീലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് ശശി തരൂർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാം, ഇവര് കോടതി വിധികളെയാണല്ലോ, കോടതിയുടെ പരാമർശത്തിലാണല്ലോ ഇവര് വലിയ രീതിയിൽ പൊക്കിപ്പിടിക്കുന്നത്. കോടതികൾ എന്ന് പറയുന്നത് വിമർശനത്തിന് അധീനമല്ലാണ്. ഞാൻ ചോദിക്കട്ടെ, രഞ്ജൻ ഗൊഗോയ് എന്ന് പറയുന്ന ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അദ്ദേഹത്തിന് ഒരു സെക്ഷൽ അബ്യൂസ്, ഒരു അറ്റാക്ക്, സെക്ഷൽ അസോൾട്ടിന് പരാതി ഉണ്ടായി. നമ്മൾ കണ്ടെത്താൻ എത്ര പ്രഹസനവും എത്ര ആൾക്കാരെ പറ്റിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവം അവിടെ നടന്നത്. ചീഫ് ജസ്റ്റിസിനെതിരെ ഒരു സെക്ഷൽ അസോൾട്ടിന് പരാതി വരുന്നു, അദ്ദേഹം തന്നെ അത് കേൾക്കുന്നു, ആ പരാതി അദ്ദേഹത്തിന്റെ ബെഞ്ച് തന്നെ കേൾക്കുന്നു, ആ പരാതിയിൽ ഒന്നുമില്ലെന്ന് അദ്ദേഹം തന്നെ വിധി പ്രസ്താവിക്കുന്നു. നാച്ചുറൽ ജസ്റ്റിസിനെതിരല്ലേ? എന്നിട്ട് ഇതേ രഞ്ജൻ ഗൊഗോയ് പിന്നീട് രാജ്യസഭയിൽ ബി.ജെ.പിയുടെ പ്രതിനിധിയായിട്ട് MP ആയിട്ട് വരുന്നു. വിമർശിക്കാൻ എന്താ അധികാരമില്ല? വിമർശിക്കുന്നത് കൊണ്ട് മുഴുവൻ രാജ്യദ്രോഹികളാണ്, ഇവര് മുഴുവൻ ദേശവിരുദ്ധരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഒരു കാര്യം പറയാം, ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇവർ ഈ രാജ്യദ്രോഹി പട്ടം കൊടുക്കുന്നത് ഞാൻ രാജ്യദ്രോഹിയായിട്ട് കാണുന്നത്, രാജ്യദ്രോഹി എന്ന് പറയുന്ന മനുഷ്യരായിട്ട് ഞാൻ കാണുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യരെ കള്ളക്കേസുകൾ പിടിച്ച് അകത്തിടുന്നവരെയാണ് യഥാർത്ഥ രാജ്യദ്രോഹിയായിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ രാജ്യത്തെ പറ്റി വിമർശിക്കുമ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജ്യത്തിനെ പറ്റി അബദ്ധങ്ങളെ പറ്റി സംസാരിക്കുന്നവരല്ല രാജ്യദ്രോഹികൾ. അതിലൊറ്റ ഉദാഹരണം പറയാം. അവരുടെ അടക്കം നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഡൽഹി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു. ആ വിധി എന്താണെന്ന് അറിയാമോ? സത്യേന്ദ്ര ജെയിൻ എന്ന് പറയുന്ന ഡൽഹിയിലെ മുൻ മന്ത്രിക്കെതിരെയുള്ള CBIയുടെ 5 വർഷത്തെ കേസുകൾ ഇവിടെ തോട്ടിൽ കളഞ്ഞു. 5 വർഷമായിട്ട് അന്വേഷിക്കുക. എന്തായിരുന്നു അഴിമതി കേസ്? PWD വർക്കുമായി ബന്ധപ്പെട്ട് 17 ഒഫീഷ്യൽസിനെ, കൺസൾട്ടൻസ് മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ള ഒറ്റ കേസിൽ ഏതാണ്ട് 5 കൊല്ലം ഒരു മനുഷ്യനെ, ഡൽഹിയുടെ ഏറ്റവും നല്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയെ, ഡൽഹി കണ്ട വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തിയ, മൊഹല്ല ക്ലിനിക്കുകൾ കൊണ്ടുവന്ന, ഡൽഹിയിൽ സൗജന്യ വൈദ്യുതി കൊടുത്ത, സൗജന്യ വെള്ളം കൊടുത്ത, കോവിഡ് സമയത്ത് പോലും പിതാവ് മരണപ്പെട്ടിട്ടും അദ്ദേഹം സ്വതന്ത്രമായി ജനങ്ങൾക്ക് വർക്ക് ചെയ്ത ഒരു മന്ത്രിയെ പിടിച്ച് 5 വർഷം ജയിലിലിട്ടു. 5 വർഷം ജയിലിലിട്ട് അദ്ദേഹത്തെ മുഴുവൻ എല്ലും തോലുമാക്കി. സത്യേന്ദ്രൻ ജയിലിൽ പോകുമ്പോൾ എന്തോ ഒരു സുന്ദരനായ മനുഷ്യനായിരുന്നു. വിനോദ്, ഞാൻ അന്നേരം തിരികെ എത്താം. ഞാൻ 2ാം റൗണ്ടിലും താങ്കൾ കൂടെ സമയം ഉറപ്പുവരുത്തിക്കൊണ്ട് ആ റൗണ്ട് വരികയുള്ളൂ. മനുവിന് എനിക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരും, കാരണം ഈ കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത് BJP പ്രതിനിധിയായതുകൊണ്ട്.